നമ്മളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് FIs are 60% ലോങ് ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, അല്ലെങ്കിൽ FIs are 40% ഷോർട്ട് ഇൻ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്, അല്ലെങ്കിൽ ഇൻഡെക്സസ്, വ്യത്യസ്തമായ ഇൻഡിസസ്. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും FIസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ FIസിനെ ഫോളോ ചെയ്തുകൊണ്ട് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് മികച്ച ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ CNBCയിലും അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാറിലും അല്ലെങ്കിൽ നമ്മുടെ മണി കൺട്രോളിലുമൊക്കെ കേൾക്കുന്ന ഒരു പദമാണ് FIs are 60% ലോങ് ഇൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, അല്ലെങ്കിൽ 40% ലോങ് ഇൻ ഇൻഡെക്സ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം? ഒന്നുകിൽ നമ്മൾ CNBCൻ്റെ അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്ലസിൻ്റെയോ അല്ലെങ്കിൽ എക്കണോമിക് ടൈംസിൻ്റെയോ പ്രോഫിറ്റ് പ്ലസിൻ്റെയൊക്കെ ഫ്രണ്ടിലിരിക്കേണ്ടി വരും. നമുക്ക് തന്നെ ഈ ഡേറ്റ അനലൈസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ NSE വെബ്സൈറ്റ്, നമ്മുടെ സ്വന്തം NSE വെബ്സൈറ്റിൽ ഒരു ഡേറ്റയുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് FIs ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ലോങ് ആണോ, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ എത്ര പെർസെൻറ്റേജ് ലോങ് ആണ്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് ഷോർട്ടാണ്, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ എത്ര പെർസെൻറ്റേജ് അവർ ലോങ് ആണ് അല്ലെങ്കിൽ ഷോർട്ടാണ്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പിക്കുകൾ, നമ്മൾ പലപ്പോഴും സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും FIs എത്രമാത്രം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കാറുണ്ട്. തീർച്ചയായിട്ടും FIs വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോഴും FIസിന് അതിൽ പ്രസൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവരതിൽ സ്റ്റേക്ക് കുറച്ചുകൊണ്ടിരിക്കുകയാണോ കൂട്ടിക്കൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ പിക്കുകളിൽ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ആ സ്റ്റോക്ക് എങ്ങോട്ടാണ് പോകാൻ ചാൻസ് ഉള്ളത് എന്നൊരു പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ നമുക്ക് NSEയിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ഉപയോഗിച്ചിട്ട് FIs ലോങ് ആണോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിലാണ്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ, അല്ലെങ്കിൽ മറ്റ് ഇൻഡിസസിൽ അവരെങ്ങനെ ലോങ് ആണോ ഷോർട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു വെബ്സൈറ്റ്, അതായത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന മറ്റൊരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടപ്പെടുന്ന സ്റ്റോക്കുകൾ, അതിൽ FIs ഈ ഒരു ക്വാർട്ടറിൽ എത്ര ആഡ് ചെയ്തു, അല്ലെങ്കിൽ കഴിഞ്ഞൊരു ക്വാർട്ടറിൽ എത്ര ആഡ് ചെയ്തു, അല്ലെങ്കിൽ FIസിൻ്റെ മൊത്തം ഹോൾഡിംഗ് പെർസെൻറ്റേജ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അവിടെ വല്ലപ്പോഴും ഒക്കെ സിം കോൾസ് കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജോയിൻ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. NSEയുടെ വെബ്സൈറ്റിൽ പോവാം. ഞാൻ ആദ്യം മുതലെടുക്കാം. NSEയുടെ വെബ്സൈറ്റിൽ പോയിട്ട് മാർക്കറ്റ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മാർക്കറ്റ് ഡേറ്റയിൽ ക്ലിക്ക് ചെയ്യാം. മാർക്കറ്റ് ഡേറ്റയുടെ അണ്ടറിൽ ഗെറ്റ് മാർക്കറ്റ് ഡേറ്റ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഗെറ്റ് മാർക്കറ്റ് ഡേറ്റയുടെ അണ്ടറിലാണ് നമുക്ക് ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ട്സ് എടുക്കേണ്ടത്. ഒരിക്കലും പറയാം, NSEൻ്റെ വെബ്സൈറ്റിൽ പോവുക, അതിൽ മാർക്കറ്റ് ഡേറ്റയുടെ അണ്ടറിൽ ഗെറ്റ് മാർക്കറ്റ് ഡേറ്റ, അതിനടിയിൽ ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ട്. ഈ ഡെയിലി മാർക്കറ്റ് റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ 3 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ക്യാപിറ്റൽ മാർക്കറ്റ്, 2 ഡെറിവേറ്റീവ്സ്, 3 ഡെപ്റ്റ്. അതിൽ ഡെറിവേറ്റീവ്സ് ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇൻഡെക്സിൻ്റെ ലോങ്ങും അതുപോലെ തന്നെ ഷോർട്ടും ഡേറ്റയാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് FIs അതിൽ ലോങ് ആണ് അല്ലെങ്കിൽ ഷോർട്ടാണെന്നാണ് നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ എത്ര പെർസെൻറ്റേജ് ലോങ് ആണ് അല്ലെങ്കിൽ ഷോർട്ടാണ്, അതനുസരിച്ച് നമ്മുടെ ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെറിവേറ്റീവ്സിൽ പോയിട്ട് ഡെയിലി റിപ്പോർട്ട്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് 14th ആണ്, മെയ് 14th ആണ്. അതിൽ പല ഡേറ്റയും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതെല്ലാം റെഫർ ചെയ്യാം. നമ്മുടെ ട്രേഡിങ്ങിനെയൊക്കെ വളരെയധികം സഹായിക്കുന്ന ഡേറ്റയാണിത്. വളരെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡേറ്റയുമാണ്. ബൗ കോപ്പി എല്ലാ കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് FO ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പാർട്ടിസിപ്പൻറ്റ് വൈസ് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. FO പാർട്ടിസിപ്പൻറ്റ് വൈസ് ഓപ്പൺ ഇൻട്രസ്റ്റ്. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ സാധിക്കും FIs, അല്ലെങ്കിൽ DI, അതുപോലെ തന്നെ പ്രോ, അതുപോലെ തന്നെ ക്ലയൻസ്, ഇവരുടെയൊക്കെ കോൺട്രാക്ട്സും ഓപ്പൺ ഇൻട്രസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു ആരോ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടാണ് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് പാർട്ടിസിപ്പൻറ്റ് വൈസ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഓർ നമ്പർ ഓഫ് കോൺട്രാക്ട്സ് ഇൻ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ആസ് ഓൺ May 14th. അപ്പോൾ നമ്മളതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യുകയാണ്. അപ്പോൾ ക്ലയൻറ്റ് ടൈപ്പ് പ്രധാനമായിട്ടും 4 ടൈപ്പ് ക്ലയൻസ് ഉണ്ട്. ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, അതിലൊന്നെന്ന് പറയുന്നത്
ക്ലയൻസ്, അതായത് എന്നെ നിങ്ങളെയും പോലെയുള്ള റീറ്റെയിലേഴ്സാണ്, അല്ലെങ്കിൽ ഒരു ബ്രോക്കറിൻ്റെ കീഴിൽ ട്രേഡ് ചെയ്യുന്ന മെമ്പേഴ്സാണ്, അല്ലെങ്കിൽ റീറ്റെയിൽ മെമ്പേഴ്സാണ്. അതാണ് ക്ലയൻറ്റ് എന്ന് പറയുന്നത്. ഡി എന്ന് പറയുന്നത് നമുക്കറിയാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്, LIC പോലെയുള്ള വൻ ഷോട്ടുകളാണ്. FI ആണ് നമുക്ക് വേണ്ടത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സാണ്. FIസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഇന്ത്യയിൽ, അതായത് അമേരിക്കയിലുള്ളവർക്ക് അല്ലെങ്കിൽ UK അതുപോലെ മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് നമ്മുടെ ഇന്ത്യൻ വിപണിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഷോർട്ട് ടേം മറ്റുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് FIs എന്ന് പറയുന്നത്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, മറ്റൊരു രാജ്യത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ. പ്രോ എന്ന് പറയുന്നത് പ്രൊപ്പറേറ്ററി അല്ലെങ്കിൽ ബ്രോക്കേഴ്സാണ്, അതായത് ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ അവരുടെ സ്വന്തം നിലയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണ് പ്രോ എന്ന് പറയുന്നത്, ട്രേഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട ഡേറ്റ എന്ന് പറയുന്നത് FIസിൻ്റെ ഡേറ്റയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ ഇതിൽ FIs നമുക്കതിൽ ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട്, അതായത് ഇൻഡെക്സിൻ്റെ ഫ്യൂച്ചർ എത്ര ശതമാനം അവർ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് കാണേണ്ടത്, അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചറിൻ്റെ ഷോർട്ട് എത്ര ശതമാനം അവർ ഹോൾഡ് ചെയ്യുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. അതായത് ഈ FIs ഇൻഡെക്സിൽ ലോങ്, അതായത് ഇൻഡെക്സിൽ എത്രത്തോളം പെർസെൻറ്റേജ് ലോങ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ഷോർട്ടാണ്, അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ എത്രത്തോളം ലോങ് ആണ്, അതുപോലെ തന്നെ ഫ്യൂച്ചേഴ്സ് സ്റ്റോക്കിൽ അവർ എത്രത്തോളം ഷോർട്ടാണ്, ഇത്രയും കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓപ്ഷൻ ഇൻഡെക്സ് അതിലെ കോൾ ലോങ്, അല്ലെങ്കിൽ ഓപ്ഷൻ ഇൻഡെക്സ് പുട്ട് ലോങ്, അതുപോലെ തന്നെ ഓപ്ഷൻ ഇൻഡെക്സ് കോൾ ഷോർട്ട്, അതുപോലെ തന്നെ പുട്ട് ഷോർട്ട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. വളരെ എളുപ്പമാണ്. അപ്പോൾ ആദ്യം ഞാൻ നോക്കുന്നത് എത്ര ശതമാനമാണ്, അതായത് May 14th. ഇച്ചിരി കൺഫ്യൂഷൻ ആവും, വളരെ എളുപ്പമുള്ള കാര്യമാണത്, മനസ്സിലാക്കിയാൽ ഈസിയാണ്. അതായത് May 14th ഫ്യൂച്ചേഴ്സിൽ, അതായത് ഫ്യൂച്ചർ ഇൻഡെക്സിൽ അത് എത്ര പെർസെൻറ്റേജ് ലോങ് ആണ് FIs എന്നാണ് കാണുന്നത്. ഞാനിവിടെ FIസിൻ്റെ കാര്യമാണ് പറയുന്നത്, കാരണം നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് FIസിൻ്റെ ഡേറ്റ അനലൈസ് ചെയ്യാനാണ്. കാരണം DAയെക്കാളും അല്ലെങ്കിൽ ക്ലയൻറ്റിനേക്കാളും പ്രോയേക്കാളും ഒക്കെ ഒരുപാട് ട്രാൻസാക്ഷൻ നടത്തുന്നതും അല്ലെങ്കിൽ ബൾക്കായിട്ട് ടേൺ ഓവർ ചെയ്യുന്നതും FIs ആണ്. സോ നമുക്ക് FIs എത്രത്തോളം ലോങ് ആണെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു ഫോമുല എടുക്കുകയാണ്, ഈക്വൽ ടു, അപ്പോൾ അതിൻ്റെ ലോങ് ഡിവിഷൻ, ഇനി ഞാനിത് രണ്ടും ആഡ് ചെയ്യുകയാണ്, ഇൻഡെക്സ് ഓക്കെ ഇൻഡെക്സ് ലോങ്, ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ് പ്ലസ് ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട്. അതിനെ ഇങ്ങനെ നോക്കുക, എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം ചെയ്യാം, ഈക്വൽ ടു ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ് ഡിവിഷൻ ഫ്യൂച്ചർ ഇൻഡെക്സ് ലോങ് പ്ലസ് ഷോർട്ട് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുക. അപ്പോൾ നമുക്കറിയാം 41% അല്ലെങ്കിൽ 41.6% അവർ ലോങ് ആണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അടുത്ത പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. അവിടെ അതുപോലെ തന്നെയാണ്, ഇത് ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ടാണ്, ഈക്വൽ ടു ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട് കൊടുക്കുക, ഡിവിഷൻ ലോങ് പ്ലസ് ഷോർട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അടിക്കുക. കഴിഞ്ഞു. അതായത് 58% ഇൻഡെക്സ് ഫ്യൂച്ചറിൽ അവർ ലോങ് ആണ്, അതുപോലെ 58% അവർ ഷോർട്ടാണ്, അതുപോലെ തന്നെ 41% ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ലോങ്ങിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഇൻഡെക്സ് ഷോർട്ടിലാണ് കുറച്ച് ഒരു ഡെപ്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു വെയിറ്റേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ടിലാണ്. ഓക്കെ, അപ്പോൾ സാധാരണ ഇതൊരു അടുത്തടുത്തുള്ള വാല്യൂവിൽ വന്നാൽ നമുക്ക് വറി ചെയ്യേണ്ട കാര്യമില്ല, കാരണം മാർക്കറ്റ് സാധാരണ ഒരു ഫ്ലാറ്റ് മോഡലായിരിക്കും. എന്നാൽ തീർച്ചയായിട്ടും നേരെ തിരിച്ചിപ്പോൾ ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട് എന്ന് പറയുന്നത് 80യും അതുപോലെ തന്നെ ലോങ് എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ 30 ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ക്രാഷ് പ്രതീക്ഷിക്കാം. സാധാരണ കേസിൽ തീർച്ചയായിട്ടും നിങ്ങളത് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് ഹിസ്റ്റോറിക്കൽ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് തൊട്ടടുത്ത ദിവസങ്ങളിലെ അല്ലെങ്കിൽ ആഴ്ചകളിലെ മൂവ്മെൻറ്റ് ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായും അത് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ എല്ലാ എക്സാമ്പിളിലോട്ടും പോകുന്നില്ല, നമുക്ക് അടുത്തൊന്നുകൂടി നോക്കാം. ഫ്യൂച്ചർ സ്റ്റോക്ക് ലോങ്, അതുപോലെ തന്നെ ഫ്യൂച്ചർ സ്റ്റോക്ക് ഷോർട്ട്. എഗെയിൻ ഫോർമുല സെയിം തന്നെയാണ്. ഞാനിപ്പോൾ ഈക്വൽ ടു അടിക്കുന്നു. ഫ്യൂച്ചർ സ്റ്റോക്ക് ലോങ്ങിൻ്റെ ഡേറ്റ എടുക്കുന്നത്,
ഡിവിഷൻ, അത് കഴിഞ്ഞ് ഫ്യൂച്ചർ സ്റ്റോക്ക് ലോങ് പ്ലസ് ഫ്യൂച്ചർ സ്റ്റോക്ക് ഷോർട്ട് പ്ലസ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എടുക്കുന്നു. 56 ഫ്യൂച്ചർ സ്റ്റോക്കിൽ അവർ ലോങ്ങിലാണ് കൂടുതലും, അതായത് ഒരു വെയിറ്റേജ് എന്ന് പറയുന്നത് സ്റ്റോക്ക് ഫ്യൂച്ചർ ലോങ്ങിലാണ്. എന്നാൽ നേരെ ഇൻഡെക്സിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്യൂച്ചറിലാണെങ്കിൽ അവർ ഷോർട്ട് മോഡിലാണ് പ്രിഫർ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്റ്റോക്ക് ഷോർട്ട് നോക്കാം, എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. അഗെയിൻ അതുപോലെ ഈക്വൽ ടു ഷോർട്ടിൻ്റെ വാല്യൂ കൊടുക്കുക, ഡിവിഷൻ ഫ്യൂച്ചർ സ്റ്റോക്ക് ലോങ് പ്ലസ് ഫ്യൂച്ചർ സ്റ്റോക്ക് ഷോർട്ട്, ഒരു പെർസെൻറ്റേജ് കൊടുക്കുക, കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കും സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സിൽ അവർ ലോങ്ങിലാണ്, 56% ലോങ്ങിലാണ്, 43% ഷോർട്ടിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് FISൻ്റെ ഇൻഡെക്സ് ലോങ് ഫ്യൂച്ചറും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചർ ഷോർട്ടാണ് അല്ലെങ്കിൽ ലോങ് ആണ് ആ ഒരു ഡേറ്റ അനലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരിക്കലും പറയാം, ഇപ്പോൾ ഇൻഡെക്സ് ഫ്യൂച്ചർ ലോങ് ആണ് കൂടുതലെങ്കിൽ തീർച്ചയായിട്ടും FIS ഒരു ബുള്ളിഷ് മോഡായിരിക്കും. എന്നാൽ ചെറിയൊരു വ്യത്യാസം, ഈ ഒരു വ്യത്യാസം ഒരു വലിയൊരു വലിയൊരു ഡിഫറൻസ് ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൺ ക്രാഷ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ബോണ്ട് ഈൽഡിലൊക്കെ വലിയൊരു വ്യത്യാസം വരികയാണെങ്കിൽ ഇവർ നേരെ ഭയങ്കരമായിട്ടുള്ളൊരു ഡിഫറൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആ സമയത്ത് ഇൻഡെക്സ് ഫ്യൂച്ചർ ഇൻഡെക്സ് ഷോർട്ട് എന്ന് പറയുന്നത് ഏകദേശം 70-80 ആവും. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചർ ലോങ് എന്ന് പറയുന്നത് ഏകദേശം 20-30 ആവും. തീർച്ചയായിട്ടും അവിടെ ഒരു ബെയറിഷ് മൂഡാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചർ ലോങ് ആണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ കേസിൽ 56% ആണ്, 43% ആണ് ഷോർട്ട് എന്ന് പറയുന്നത്. ഒരു വലിയ വേരിയേഷനില്ല, ഒരു ഫ്ലാറ്റ് അല്ലെങ്കിൽ മോറോലെസ് ബുള്ളിഷ് ഓൺ സ്റ്റോക്സ് എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം ഡെറിവേറ്റീവ്സിൻ്റെ ഡേറ്റയാണ്, അതുപോലെ അതിൻ്റെ ഒരു കാൽക്കുലേഷനാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ ഇൻഡെക്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇൻഡെക്സ് ഓപ്ഷൻ കോൾ ലോങ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻഡെക്സ് ഓപ്ഷൻ പുട്ട് ലോങ് ഉണ്ട്. ഇതിലേതാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇൻഡെക്സ് കോൾ ലോങ് ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു ആ വാല്യൂ കൊടുക്കുക. അഗെയിൻ അതിനെ ഇൻഡെക്സ് കോൾ ലോങ് പ്ലസ് ഇൻഡെക്സ് പുട്ട് ലോങ് കൊടുക്കുക, പെർസെൻറ്റേജ് കൊടുക്കുക, തീർച്ചയായിട്ടും കിട്ടി. തീർച്ചയായിട്ടും നമുക്കൊരു 44.82, അതായത് ഇൻഡെക്സ് കോൾ ലോങ് എന്ന് പറയുന്നത് ജസ്റ്റ് 44.82 ആണ്. നമുക്കിവിടെ അതിൻ്റെ ഇൻഡെക്സ് പുട്ട് ലോങ് എത്രയാണെന്ന് നോക്കാം. ഈക്വൽ ടു ഓപ്ഷൻ ഇൻഡെക്സ് കോൾ ലോങ് പ്ലസ് ഓപ്ഷൻ ഇൻഡെക്സ് പുട്ട് ലോങ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഓപ്ഷൻ ഇൻഡെക്സ് പുട്ട് ലോങ്ങിലാണ് അവർ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ നമുക്ക് ഡേറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ഞാൻ ഓപ്ഷൻ്റെയും കോളിൻ്റെയും ഡീറ്റെയിലോട്ട് കൂടുതൽ പോകുന്നില്ല. ഇൻഡെക്സ് ഫ്യൂച്ചറിൻ്റെ ലോങ്ങും അതുപോലെ തന്നെ സ്റ്റോക്ക് ഫ്യൂച്ചറിൻ്റെ ലോങ്ങും അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ടും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ NSEൻ്റെ വെബ്സൈറ്റിൽ പോവുക, മാർക്കറ്റ് ഡേറ്റ എടുക്കുക, അതിൽ ഡെറിവേറ്റീവ് സെക്ഷൻ എടുക്കുക, ഡെയിലി റിപ്പോർട്ട് എടുക്കുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ഈ പറയുന്ന FISൻ്റെ ഡേറ്റ നോക്കുക. കാരണം നമ്മൾ മറ്റുള്ള ഇപ്പോൾ ക്ലയൻസ് ആയാലും അല്ലെങ്കിൽ DAs ആയാലും പ്രോ ആയാലും നമ്മൾ അതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് FISൻ്റെ ഡേറ്റയ്ക്കാണ്. അതുപോലെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് FISൽ മാർക്കറ്റിൽ പ്രധാനമായിട്ടും 3 തരം ആൾക്കാരുള്ളത്, FIS, DAs, അതുപോലെ തന്നെ ക്ലയൻസ്. അപ്പോൾ FISൻ്റെ കൂടെ അല്ലെങ്കിൽ DASൻ്റെ കൂടെ നമ്മുടെ റീറ്റെയിലേഴ്സ് ചേരുമ്പോൾ അത് കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യുന്നത് FISനോട് തന്നെയാണ്. അപ്പോൾ FISൻ്റെ ആ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് വർക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും റീറ്റെയിലേഴ്സ്, അതായത് അവരുടെ മൂവ്മെൻറ്റ് വാച്ച് ചെയ്യുന്ന റീറ്റെയിലേഴ്സ് തീർച്ചയായിട്ടും FIS എങ്ങോട്ട് പോകുന്നോ ആ ഒരു വഴിക്ക് പോകാൻ അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനാണ് കൂടുതൽ പേരും താല്പര്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അത് മാർക്കറ്റിലെ മറ്റ് മൂവ്മെൻറ്റിനെ ഡിസൈഡ് ചെയ്യുകയും ചെയ്യും. ഇനി മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പല സ്റ്റോക്കുകൾ എടുക്കാറുണ്ട്. അതിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ 1-2 പേര് ചോദിച്ചിരുന്നു, FIS ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നമ്മളെങ്ങനെ അറിയാൻ കഴിയും, അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ വൈസ് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അറിയുന്നതെന്ന് ചോദിക്കും. സാധാരണ തീർച്ചയായിട്ടും ഒരു ക്വാർട്ടർ വൈസ് ആണ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. അതിനുള്ളൊരു വെബ്സൈറ്റ് എന്ന് പറയുന്നത് ട്രെൻഡ് ലൈൻ ആണ്.
ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അതിൽ പോയിട്ട് ഇപ്പോൾ ലാർജ് ക്യാപ്പ് ആണെങ്കിൽ ലാർജ് ക്യാപ്പ്, അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കും ആണെങ്കിൽ ഓൾ സ്റ്റോക്ക്, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പ് കൊടുക്കുക. ഞാനിപ്പോൾ ലാർജ് ക്യാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ ലാർജ് ക്യാപ്പ് എന്ന് കൊടുക്കുമ്പോൾ ഇതിലുള്ള എന്താ പറയുക സ്റ്റോക്കുകൾ വരും. ഇപ്പോൾ ഹൗസിംഗ് HDFC അതിൻ്റെ ഒരു FIs ഹോൾഡിംഗ് എന്ന് പറയുന്ന കറണ്ട് ക്വാർട്ടറിലെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് 72.8 ആണ്. അതുപോലെ തന്നെ ഓരോ ICICI ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കുകൾ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മിഡ് ക്യാപ്പ് ആണെങ്കിൽ ഇവിടെ മിഡ് ക്യാപ്പ് കൊടുക്കുക, ലാർജ് ക്യാപ്പ് ആണെങ്കിൽ ലാർജ് ക്യാപ്പ് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ടാവും. ഇനി നമുക്കിതിൽ FIസിൻ്റെ കറണ്ട് ക്വാർട്ടറിലെ ഹോൾഡിങ്ങും അതുപോലെ തന്നെ എത്ര പെർസെൻറ്റേജ് കഴിഞ്ഞ ക്വാർട്ടറിനെ അപേക്ഷിച്ചിട്ട് കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്നറിയുന്നതിന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് FIs മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ HDFCൻ്റെ കേസിലാണെങ്കിൽ 72.78 ആണ് FIസിൻ്റെ കറണ്ട് ക്വാർട്ടറിലെ ഹോൾഡിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 0.83% അവർ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ സി എൻ്റർടൈൻമെൻറ്റ് അവർ കുറച്ചിട്ടുണ്ട്. അതായത് അവർക്ക് ആ കമ്പനിയിൽ മേലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ മറ്റു പല കമ്പനി, അപ്പോളോ ഹോസ്പിറ്റലാണെങ്കിൽ 2.81% കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് നോക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം കൂടി പ്രിഫർ ചെയ്താൽ ആ സ്റ്റോക്കിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും, അറ്റ്ലീസ്റ്റ് അത് നമുക്കൊരു ബെറ്റർ ട്രേഡിംഗ് ഐഡിയ കിട്ടുന്നതിന് ഇത് നമ്മളെ സഹായിക്കും. അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് കറണ്ട് ക്വാർട്ടർ പെർസെൻറ്റേജ് എത്രയാണ്, കൂടിയാണോ കുറഞ്ഞതാണോ. അതുപോലെ നമ്മളൊരു സ്റ്റോക്ക് എടുക്കുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു സക്സസ് റേറ്റ് കൂട്ടാൻ സാധിക്കും. അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് അത്യാവശ്യം നന്നായിട്ട് എടുക്കാൻ സാധിക്കും. ഇനി ഞാനിപ്പോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണ് നോക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. ഒരുപക്ഷെ നിങ്ങൾ പലരും ട്രെൻഡ് ലൈനിലെ ഈ ഒരു സ്ക്രീനേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ടാകാം. അറിയാമെങ്കിൽ ക്ഷമിക്കുക, ഇത് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ trendline.com പോയാലും മതി. ഒരുപാട് നല്ല മികച്ച സ്ക്രീനേഴ്സ് ആ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് ആണ് വേണ്ടതെങ്കിൽ തീർച്ചയായിട്ടും അതും ഇവിടെ കാണാൻ സാധിക്കും. കറണ്ട് ക്വാർട്ടർ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബോത്ത് DIs പ്ലസ് FIs ആണ്. അപ്പോൾ ടോട്ടൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഹോൾഡിംഗ് എത്രയാണ്, അതിൽ ലേറ്റസ്റ്റ് ക്വാർട്ടറിൽ അവർ കൂട്ടുകയാണോ കുറയ്ക്കുകയാണോ ചെയ്ത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ട്രേഡിങ്ങിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.